സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സുരേഷ് ഗോപിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം തിരുവനന്തപുരം രാജ്യസഭ എം പി ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് 1-2 പരിപാടി വെള്ളായണിക്കായലുമായിട്ട് ബന്ധപ്പെട്ട 1-2 പരിപാടികളിൽ ഞാൻ ഒന്നിച്ച് പങ്കെടുത്തിരുന്നു. നല്ല ഭാവനയുള്ള വിഷനുള്ള നല്ലൊരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. ഏതൊരാളിന് ആപത്തുണ്ടെങ്കിലും അത് ആശാ വർക്കേഴ്സായാലും ദരിദ്രനായാലും പാവപ്പെട്ടവനായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളും ഒരു ദാരിദ്ര്യം അറിഞ്ഞാൽ കഷ്ടപ്പാട് അറിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. മിമിക്രി കലാകാരന്മാർക്ക് സഹായിച്ചതിൻ്റെ പേരിൽ അവർ കരഞ്ഞത് നമ്മൾ ചാനലുകളിൽ കണ്ടതാണ്. കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ ഒരു പരിപാടിയിൽ ഞാനും കണ്ടതാണ്. അങ്ങനെ മനുഷ്യരുടെ അശരണരായിട്ടുള്ള മനുഷ്യരുടെ എവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം വരും. പിന്നെ ഷാജി കൈലാസിൻ്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനത്തെ സിനിമകളേ ഇല്ല. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ മതിയായിരിക്കും. ആ സിനിമകളിലൊക്കെ അദ്ദേഹം നീതിമാനായിട്ടാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ സിനിമകൾ സ്വാധീനിച്ചിരിക്കാം. കളക്ടറായും മുഖ്യമന്ത്രിയായും ഓഫീസ് പോലീസ് ഓഫീസറായും ഭരചന്ദ്രൻ ഐഫീസുമായിട്ടൊക്കെ വന്ന് നീതി നടപ്പിലാക്കുന്ന മനുഷ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളൊക്കെ പഞ്ച് ഡയലോഗുകളാണ്. ഇപ്പോഴും ഭരചന്ദ്രൻ ഐഫീസ് എന്നാണ് അറിയപ്പെടുന്നത്, ചിലരെങ്കിലും ട്രോളാനെങ്കിലും. ആ നിലയിൽ നിൽക്കുന്ന സുരേഷ് ഗോപി കോൺഗ്രസ്സുകാരുമായിട്ടായിരുന്നു നല്ല ആഭിമുഖ്യമുണ്ടായിരുന്നത്. കോൺഗ്രസ്സിൽ പോകണമെന്നായിരുന്നു ആഗ്രഹവും. പക്ഷേ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. അവർ കോൺഗ്രസ്സിന് അന്ന് അദ്ദേഹത്തെ വേണ്ടായിരുന്നു. എന്നാൽ അപേക്ഷയുമായി നടക്കുന്നതിന് പകരം അദ്ദേഹം നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി BJPയിൽ ചേർന്നു. നേരിട്ട് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചേർന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂരിൽ അതിനുവേണ്ടി കൂടി പ്രോഗ്രാം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്തു. എന്നാൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ രാജ്യസഭ MP സ്ഥാനം കഴിഞ്ഞു. തൃശ്ശൂരിൽ മത്സരിച്ച് തോറ്റു. സാധാരണ എത്രയോ കൃഷ്ണകുമാർ സിനിമാ നടൻ മത്സരിച്ചു, ഭീമൻ രഘു മത്സരിച്ചു, കൊല്ലം തുളസി മത്സരിച്ചു, ഇങ്ങനെ നിരവധി ആളുകൾ മത്സരിച്ചു. കേരളത്തിൽ ജഗദീഷ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. സിനിമാ രംഗത്തുനിന്നും കലാരംഗത്തുനിന്നും IPSകാർ വന്ന് മത്സരിച്ചു. ഒരുപാട് പേര് മത്സരിച്ചു വിവിധ പാർട്ടികളിൽ. അവരെല്ലാം മത്സരിച്ച് തോറ്റു കഴിഞ്ഞാൽ അവരെ മണ്ഡലത്തിൽ നിന്ന് അങ്ങ് കയറിപ്പോകും. പിന്നെ അടുത്തെവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ അവർ രാഷ്ട്രീയത്തിൽ മറ്റു രൂപത്തിലേക്ക് പോകും. ചിലർ മതിയാക്കുന്നുണ്ട്, നിശബ്ദരാകുന്നുണ്ട്. അതേസമയം സുരേഷ് ഗോപി വീണ്ടും അവിടെ തന്നെ തുടർന്നു. അദ്ദേഹം കരിവണ്ണൂർ ബാങ്കുമായി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കിലോമീറ്ററുകളോളം നടന്ന് സത്യാഗ്രഹത്തിൻ്റെ പരിപാടികൾ നടത്തി, പദയാത്ര നടത്തി, വലിയ പരിപാടി നടത്തി. ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് രൂപ കരിവണ്ണൂരിലെ ബാങ്ക് നിക്ഷേപിച്ചവർക്ക് തിരിച്ചു കിട്ടുന്ന സാഹചര്യമുണ്ടാക്കി. ഈ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെ തുടങ്ങി തൃശ്ശൂരിൽ തന്നെ തുടർച്ചയായി എല്ലാ പരിപാടികളിലും പങ്കെടുത്തു. അവിടെ തൃശ്ശൂർക്കാരുടെ രാഷ്ട്രീയക്കാരനായി മാറി. അങ്ങനെ കൃത്യമായ ഒരു 6 വർഷക്കാലത്തെ രാജ്യസഭാ MP സ്ഥാനം, 5 വർഷക്കാലത്തെ തോറ്റകാലം, അങ്ങനെ 11 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന് ശേഷമാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഒരു ദിവസം രാവിലെ ഇറങ്ങി വന്നെന്ന് ജോൺ ബ്രിട്ടാസ് മോഡലിലൊക്കെ ഇറങ്ങി വന്ന് അങ്ങനെ രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി സുരേഷ് ഗോപി അധ്വാനിച്ച് MP ആയി, മന്ത്രിയായി. ജനാധിപത്യത്തിലാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ആരെ ജയിപ്പിച്ചാലും അത് പിന്നെ നമ്മൾ അംഗീകരിക്കണ്ടേ? കന്യാസ്ത്രീ വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രശ്നങ്ങളെ രാജീവ് ചന്ദ്രശേഖരൻ്റെ സംസ്ഥാന BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം വളരെ ചടുലമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു. ഇതിനിടയിൽ തൃശ്ശൂരിലെ MPയും മന്ത്രി എന്നുള്ള നിലയിൽ തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ, അച്ഛന്മാർ, പിതാക്കന്മാർ സുരേഷ് ഗോപിയെ വിളിച്ചു. സുരേഷ് ഗോപി വളരെ കൃത്യമായി, പ്രധാനമന്ത്രി ആദ്യം കണ്ടത് സുരേഷ് ഗോപിയാണ്. അദ്ദേഹം കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ടും ഇപ്പോഴും നിങ്ങൾ കുറച്ചാളുകൾ ട്രോളുകയാണ്. അതൊരു സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾക്ക്. കാരണം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ഇന്ത്യൻ്റെ പ്രസിഡന്റ് BJP നോമിനിയാണ്, വൈസ് പ്രസിഡന്റ് BJP നോമിനിയാണ്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വീണ്ടും വരാൻ പോവുകയാണ്. രാജ്യത്തെ നിരവധി ഗവർണർമാർ BJP നോമിനിയാണ്. നിരവധി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ BJPക്കാരാണ്. ധാരാളം MPമാരുണ്ട്. അങ്ങനെ രാജ്യം ഭരിക്കുന്ന, രാജ്യത്തെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, ഒരുപാട് ഗവർണർമാരുള്ള, പ്രസിഡന്റുള്ള, വൈസ് പ്രസിഡന്റ്, അങ്ങനെ വലിയൊരു വിപുലമായ സന്നാഹമുള്ള പാർട്ടിയാണ് BJP. ആ പാർട്ടിയുടെ കേരള ഘടകത്തിൽ നിന്നാണ് സുരേഷ് ഗോപി ജയിച്ചു പോയിരിക്കുന്നത്. ആ സുരേഷ് ഗോപിയെ ഇങ്ങനെ തെമ്മാടിത്തം പറയുമ്പോൾ, തെറി പറയുമ്പോൾ കുറച്ച് ഉളുപ്പ് വേണം. നിങ്ങൾക്ക് രാഷ്ട്രീയമാകാം, നമുക്ക് രാഷ്ട്രീയമാകാം. രാഷ്ട്രീയ എതിരാളികളെ നമുക്ക് കുറ്റവും പറയാം. പക്ഷേ കുറ്റം മാത്രമേ നമ്മൾ പറയൂ എന്നുള്ളത് ഒരു വല്ലാത്ത ശീലമാണ്. ആ അസുഖം നമുക്ക് മാറ്റേണ്ടതാണ്.
അങ്ങനെ കുറ്റം മാത്രം പറഞ്ഞ് നമുക്ക് മറ്റൊരാളിൻ്റെ കുറവുകൾ മാത്രം കണ്ടെത്തിപ്പോയാൽ ഇനി ആരെങ്കിലും കലാകാരന്മാർ ഈ രംഗത്ത് വരുമോ, പ്രൊഫഷണലുകൾ വരുമോ? അവർ നിങ്ങളെല്ലാവരും ഒരു വശത്ത് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസം വേണം, രാഷ്ട്രീയത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം വേണം, പ്രൊഫഷണലുകൾ വരണം, കലാകാരന്മാർ വരണം, എല്ലാവരും വരണമെന്ന് ഒരു വശത്ത് പറയും. ആരെങ്കിലും വന്നാൽ അവർ അധ്വാനിച്ച് നേടിയതിന് വരെ പരമപുച്ഛമായി പറയുന്ന ആരായാലും, അത് പിതാവായാലും അച്ഛന്മാരായാലും കൊങ്ങിയായാലും കമ്മിയായാലും സുഡാപ്പിയായാലും ആരായാലും അത് വളരെ മോശമാണ്. ഒരു പ്രതിപക്ഷ ബഹുമാനം നമുക്കാകാം. ഭരണപക്ഷത്തേക്ക് ബഹുമാനിച്ചില്ലെങ്കിലും, എം പിയായി അംഗീകരിച്ചില്ലെങ്കിലും, മന്ത്രിയായി അംഗീകരിച്ചില്ലെങ്കിലും ഒരു പ്രതിപക്ഷ ബഹുമാനം ആകാം. അത്രയെങ്കിലും നമുക്ക് പഠിക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ ബാലപാഠമാണെന്ന് എല്ലാവരും തിരിച്ചറിയുക.